ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും തുലാം 16 അങ്ങ് ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ. അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ, പുറത്ത് തീയതി നിശ്ചയിക്കുമ്പോ അകത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ? 7 പവനോ? നിങ്ങളെ നന്നായി അറിയുന്നോട് ചോദിക്കുക. മുമ്പ് വന്ന കല്യാണങ്ങളൊക്കെ കലക്കിയതുപോലെ ഈ കല്യാണം കലക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ? കലക്കൂല, പക്ഷെ ഇതും കലങ്ങും. ഞാൻ പറയുന്നതിനെതിര് പറയാതെ ചിന്നൻ അങ്ങോട്ട് കേൾക്കുക. എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരു കണിയാനെ ഒരു കാര്യത്തിന് രാവിലെ കാണേണ്ടി വന്നു. തുലാം 16. കാലത്ത് 10നും 11നും ഇടയിൽ സകല വൈരാഗ്യങ്ങളും മറന്ന് തുമ്പശ്ശേരിക്കുറുപ്പിനും ചിന്നക്കുറുപ്പിനും ഒന്നാകാൻ ഇതിലും നല്ലൊരു മുഹൂർത്തം എനിക്ക് കിട്ടില്ലെന്ന് അയാൾ പറഞ്ഞ്. ചിന്ന, നമ്മളായിട്ട് ആ മുഹൂർത്തം കളയണോ? കളയണ്ട. ചിന്ന, ആയ കാലത്ത് നമ്മൾ അന്യോന്യം ഒരുപാട് പാലം വലിച്ചിട്ടുണ്ട്. പാലത്തേന്ന് തെന്നി നമ്മൾ രണ്ടാളും താഴെ വീണിട്ടുമുണ്ട്. ഈ ഒരു ബന്ധത്തോടെ നമ്മുടെ പാവങ്ങൾ നമുക്ക് കഴുകിക്കളയാം. എന്താ, നമുക്കതങ്ങ് നടത്തിക്കൂടെ? നടത്തിക്കൂടെ? തുലാം 16 നല്ല നാളാ. അതെ, എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു നിശ്ചയം നടത്താം. അന്ന് തന്നെ മോതിരവും മാറാം. മാറാം. ശത്രുക്കളായി ഇങ്ങനെ എന്നും ജീവിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ മനുഷ്യജന്മം എടുത്തിട്ട് എന്താ കാര്യം? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? അത്തരമൊരു ചിന്ത തുമ്പശ്ശേരിക്കും തോന്നി തുടങ്ങിയെങ്കിലേ എനിക്കിനി രണ്ടിലൊന്നും ആലോചിക്കാനില്ല. തുലാം 16 രുക്മിണിയുടെ കഴുത്തിൽ ചന്ദ്രപ്പൻ താലി കെട്ടും. നമ്മൾ ബന്ധുക്കളാവും. എന്താ? സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്ന് ആശ്വാസമായത്. രുക്മിണി മോളെ വത്സലയ്ക്ക് ജീവനാ. കിട്ടുമെന്ന് ഉറപ്പായാലേ ഇവിടെ വന്ന് കാണുമെന്ന വത്സല പറഞ്ഞത്. തുമ്പശ്ശേരി കുറുപ്പിന് എന്നെ വിറ്റോണ്ടിരിക്കുക. ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. ഞാൻ മരിക്കും. സത്തായിട്ട് തീ കൊടുത്ത് മരിക്കും. എന്റെ കുഞ്ഞിനെ കുരിശു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാവും പോയത്. തുലാം 16 വൃശ്ചികം 16 ഒന്നും അവൾക്ക് വേണ്ടെങ്കിലോ? ഈ തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? താൻ എനിക്കൊരു സഹായം ചെയ്യണം ചിന്ന. തന്റെ പഴയ പത്തായപ്പര പൂട്ടിക്കിടക്കുകയല്ലേ. എനിക്കത് കുറച്ചു മാസത്തേക്ക് വാടകയ്ക്ക് തരണം. ചന്ദ്രപ്പന് വേണ്ടി ഏട്ടന് ബിസിനസ് തുടങ്ങാൻ പോവാ. കല്യാണമൊക്കെ വരില്ലേ? ചന്ദ്രപ്പന് വേണ്ടി ഒരു വിദേശ ബിസിനസ്. നമ്മുടെ അപ്പൂപ്പന്റെ കാലത്തെ ചെല്ലപ്പെട്ടി എടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി അത് ബാംഗ്ലൂരോ ഹൈദരാബാദിലോ കൊണ്ടുപോയി വിറ്റാൽ അപ്പൂപ്പനേക്കാൾ വില കിട്ടും. അത് അവിടുന്നും പറഞ്ഞു യൂറോപ്പിലെത്തുകയാണെങ്കിൽ പിന്നെ പിടിച്ചാ കിട്ടാത്ത വിലയാണോ? അതാ എന്റെ ബിസിനസ്. ഏട്ടന്റെ കയ്യിലും ധാരാളം ഉരുപ്പടികളുണ്ട്. അങ്ങനെ ഇങ്ങനെ വിലക്ക് വാങ്ങിയതേ. അതൊക്കെ സൂക്ഷിക്കാൻ ഐശ്വര്യമുള്ള സ്ഥലം വേണം. പ്രമാണം എഴുതി വാടകയ്ക്ക് തന്നാ മതി. രുക്മിണി ആലോചിച്ച് തരണ്ട. അങ്ങനെ നേട്ടം വാങ്ങത്തില്ല. ഇതാ തന്നിരിക്കുന്നു. ഇതിലേതാണോ തന്റെ പത്തായപ്പര? ഏട്ടൻ തൊട്ടതന്നെ. എവിടുന്നോ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട പോലെ തോന്നി. അച്ഛൻ കേൾക്കണ്ടോ? എനിക്ക് ആ പ്രായം കഴിഞ്ഞു. ഇനി കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതിത്താ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം.
ഇങ്ങോട്ട് തരും. എന്താ ചെറിയമ്മി മോളും കൂടി ഒരു സ്വർണ്ണ കച്ചവടം? ദിനകരൻ രാധയ്ക്ക് വാങ്ങിയ കമ്മല് മാഷ കണ്ടില്ലല്ലോ. എവിടെ? ഈ സ്വർണത്തിന് അവനൊരു താലി വാങ്ങിയിരുന്നെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് തുലാം 16 അവന്റെയും കല്യാണം നടത്തായിരുന്നു. വല്ലവരും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നോടൊരു കത്ത് എഴുതി കൊടുക്കാനാ അവൻ പറഞ്ഞത്. ഞാൻ അവനൊരു കത്ത് എഴുതാൻ പോവാ. കത്തെഴുതാൻ വന്നിട്ട് മാഷ് എന്താ ഈ നേരത്തെ ഏടത്തിയുടെ പെട്ടി തുറക്കണേ? ഒക്കെ രാധയുടെ കല്യാണത്തിന് ഒരു കൂട്ടി വെച്ച ആഭരണങ്ങളാ. അമ്മിണിയുടേതാ കൂടുതലും. സർവാഭരണ ഭൂഷിതയായി അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അമ്മിണി എപ്പോഴും എന്നോട് വന്ന് പറയും. മോൾ ഇതൊക്കെ എന്നിട്ട് അച്ഛനൊന്ന് കാണട്ടെ. ഇങ്ങ് തന്നെ, ഞാൻ ഇടിക്കാം. എണ്ണി നോക്കാൻ ഒന്നുമില്ല. എല്ലാം കൂടി 101 പവന് 7 പവന്റെ കുറവേ ഉള്ളൂ. സ്വർണം കൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയോളെന്ന് ഞാൻ ആലോചിക്കണേ. എന്നാ പിന്നെ ഒരു പേഴ്സും കൂടി ആയിക്കോട്ടെ. വെറുതെ അന്തസ്സിന് ഗമ കാട്ടി കയ്യിൽ പിടിക്കാലോ. ഓ ഈ ചെക്കൻ കൊണ്ടാ. ഈ ചെറിയമ്മയ്ക്ക് സ്വർണം കണ്ട പ്രാന്താ. പ്രാന്തല്ലടാ പ്രാന്ത. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇന്നത്തെ നൈറ്റ് ഇത്രേ ഉള്ളൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇതെന്തോ സ്റ്റേഷൻ? അവിടെ കള്ളന്മാരൊന്നുമില്ലേ? വിശന്നാ ഞങ്ങള് കള്ളന്മാരെയാണോ പിടിക്കുന്നത്? ദോശ ഉണ്ടാക്കട്ടെ? ഉണ്ടാക്കിക്കോ, 10 15 ഉണ്ടാക്കിക്കോ. എന്തത്? എന്താടി ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? അങ്ങനെ ഒരു ശബ്ദം. അത് ഈ ദോശയുടെ ആയിരിക്കും. നിന്റെ ദോശക്ക് ഇത്രയും വലിയ ഷൂവോ? അതല്ല. മാഷേ, ആരാ അത്? അമ്മിണിയെ? മാഷേ, അമ്മിണിയല്ലല്ലോ, പിന്നെ ആരാ? എന്താ എന്താ? എന്തോ ഒരു ശബ്ദം കേട്ടില്ല മാഷേ. ശബ്ദോ? ആരാ? എന്താ 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 എന്താടോ? എന്താ എന്താ? പേടിക്കണ്ട പേടിക്കണ്ട, ആരും വന്നിട്ടില്ല, വെറുതെ ബഹളുണ്ടായില്ല. എന്റെ ഈശ്വരാ. എന്താണോ ഈ വാതിലും ജനവാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്? അത് കള്ളനകത്ത് കയറിയ ശേഷം അടച്ചതാ. അപ്പൊ കള്ളനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയതിനു ശേഷം. അതിന് എന്റെ ആവശ്യമില്ല. ഒരിക്കൽ കേറിയാ പിന്നെ 4-5 മാസം കഴിയാതെ വീണ്ടും അതേ സ്ഥലത്ത് ആ കള്ളം കേറാറില്ല. അതാണ് ഞങ്ങളുടെ തിയറി. കള്ളം പ്രാക്ടിക്കലാ. ആഹാ, കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയി കുടുംബത്തെ കാണണമെന്ന് വിചാരിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇടിത്തി പോലെ എവിടെന്നെങ്കിലും ഒരു കള്ളം വന്ന് വീഴും. ഇതെന്ത് നാടാണ് മാഷേ? ഇതാണ് മാഷ്, ഞാൻ അധികാരി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ല. ഇതെന്ത് നാടാണ് മാഷേ? ഇവിടെ കള്ളന്മാരല്ലാതെ നല്ല മനുഷ്യരാരും ഇല്ലേ? ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ. ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരും ഇല്ല. സാറിന് മനസ്സിലായില്ലോ. ഞാൻ പണിക്കരാ. എന്താ പണി? പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ. ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത്. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്. ഉണ്ട തട്ടി ചത്തോ, മനസ്സിലായോ? നല്ല പൂമണം. ആ, അന്വേഷണത്തിന് ആകെ കിട്ടിയൊരു തുരുമ്പ. അവൻ ഉടുക്കാൻ കിട്ടൊരു ലുങ്കി സഹിക്കാൻ വയ്യ. താനിതുകൊണ്ട് ഭംഗിയായിട്ട് അലക്കി ഇസ്തിരിട്ട് മടക്കി പോയി നായെ കൊണ്ട് മണപ്പിക്കാനുള്ളതാ. ആ കള്ളൻ ആ ലുങ്കി എന്നെ പുതപ്പിക്കായിരുന്നു സാർ. പൊത്തപ്പിക്കുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ഈ നല്ലക്ഷണം ഞാൻ കാണുമ്പോ കളർ ലുങ്കിയില്ലായിരുന്നു. അവന് തുണിയില്ലായിരുന്നോന്ന് കണ്ടപ്പോ തന്നെ കണ്ണിൽ ഇരുട്ട് കയറി. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്റെ കണ്ണി പവർ കട്ടായിരുന്നോ? അമ്മണി, നമ്മുടെ സമ്പാദ്യം ഇനി എന്തെടുത്ത രാധെ അവര് നമ്മുടെ മോളെ വേണ്ടെന്ന് പറഞ്ഞ
അമ്മണി. എന്താടാ? വാ. ആരാ പറഞ്ഞത് ഈ മഴയത്ത് വന്ന് കിടക്കാൻ? എന്തും നേരിടാൻ കരുത്തുണ്ടാവണമെന്ന് എന്നോട് എപ്പോഴും പറയാറുള്ള ആളാ ഇപ്പൊ തല ചുറ്റി വീണ് കരയുന്നത്. എഴുന്നേറ്റ് ചെന്ന് ആ കള്ളനെ പിടിച്ച് 2 പൊട്ടിച്ച് ഇനി കക്കരുതെന്ന് പറ. നല്ല കഥ. ഇങ്ങനെയാണോ ആണുങ്ങള്? അച്ഛാ അച്ഛാ, അച്ഛാ അച്ഛാ അച്ഛാ. കഴിഞ്ഞു എന്റെ ഈശ്വര. അച്ഛാ ഹൃദയം മെഡിക്കണ്ട അധികാരി. ഇത്തിരി ഉച്ചത്തിലങ്ങ് വിളിക്കുക. അച്ഛാ കുറച്ചും കൂടി ഉച്ചത്തിൽ അങ്ങോട്ട് വിളിക്കുക. അച്ഛാ അങ്ങനെയല്ല, അച്ഛാ. അച്ഛാ അച്ഛാ. എന്റെ മുത്തല്ലേ, മോൻ വിളിക്കണ കേട്ടില്ലേ? എണീക്കടാ, എണീക്കടാ. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷെ ആരോ താങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ലേ? ഇല്ല. ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതെ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ എടുത്തതും കാക്കിയുടുപ്പല്ലേ? ചെറിയച്ഛൻ ഒരു ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ളൻ ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് കഴിഞ്ഞ് തറ കിടക്കത്തേ ഉണ്ടാവുള്ളൂ. അച്ഛൻ വാ. ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, പോകാറായില്ലേ ചോദിക്കാം. ആയി. നീ എന്തിനാടാ ആ പാവത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അങ്ങനെയെങ്കിലും വാശി കയറി അയാൾ ആ കള്ളനെ കയറി പിടിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ല അച്ഛാ. ഇവളുടെ കല്യാണം നടത്തണ്ടേ? അച്ഛൻ വേഗം ബോധം കെട്ട് വീണു. എനിക്ക് വീഴാൻ ബോധം തന്നെ ഇല്ല. അയ്യോ എന്നോ ചത്തുപോയ തള്ളയുടെ തലയ്ക്ക് വിളക്കും വെച്ച് എന്നെ വെല്ലുവിളിച്ചു പോയിട്ട് എന്തായി? കലങ്ങിയില്ലേ? എല്ലാം കലങ്ങി ഒലിച്ചു പോയില്ലേ? ഏട്ടനായിട്ട് ഒരുത്തന്റെ കല്യാണം കലക്കിയിട്ടില്ല. കലക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷെ ഏട്ടനേക്കാൾ മുമ്പേ ദൈവം അത് കലക്കി. അതാണ് ഏട്ടനും ദൈവവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേട്ടാ? എന്നെ പട്ടിയാക്കി മാറ്റി നിർത്തി തുലാം 16 അയാള് കല്യാണം നിശ്ചയിച്ചു. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, അന്നേ നാട്ടിലൊരു കല്യാണമേ നടക്കൂ. നമ്മള് കാത്തിരിക്കുന്ന ചന്ദ്രപ്പന്റെ രുക്മിണിയുടെയും കല്യാണം. നീ സന്തോഷത്തോടെ ഇരി. ഏട്ടൻ പറഞ്ഞതാ. ചന്ദ്രപ്പൻ രുക്മിണിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ കിട്ടാതെ പോയ താലിയോർത്ത ആ മാഷയുടെ മോള് നീറി നീറി നിലവിളിക്കുന്നത് ഈ നാട്ടുകാര് മുഴുവൻ കേൾക്കും. കേൾക്കൂ ഏട്ടാ, കേൾക്കും. ഓ, കല്യാണം കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന പെൺകുട്ടികളൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. അത്രയും മനസമാധാനത്തോടെ ഇരിക്കാന്നേ അവര് വിചാരിക്കൂ. അളിയനെ മൂപ്പിക്കാതെ ഏടത്തൊന്ന് പോണുണ്ടോ? ഇങ്ങനെ മൂപ്പിക്കണ്ട തീരുമാനിക്കാൻ നീ ആരാടാ? ചുമ്മാ കയ്യും പിടിച്ചോണ്ടല്ല ഞാൻ ഇങ്ങനോട് ഇറങ്ങി പോന്നത്. നിന്റെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റാ സ്ത്രീധനമായിട്ട് എഴുതി കൊടുത്തത്. അതെപ്പോ വാങ്ങി? എസ്റ്റേറ്റിനേക്കാൾ വിസ്താരമുള്ള പെണ്ണിനെ കെട്ടാൻ ചിലപ്പോ എസ്റ്റേറ്റ് ഒക്കെ എഴുതി വാങ്ങിയെന്ന് വരും. അത് കലക്കി പറഞ്ഞു. കുടിച്ച സാധനം വയറ്റി കിടക്കാതെ തലേ കയറി കളിച്ച വായി വരുന്ന ഞാനും വിളിച്ചു പറയും. പിന്നെ കുറുപ്പിനെ മരുന്നെടുക്കാൻ ഇവിടെ കാണില്ല. നിങ്ങൾ മാത്രമല്ല കുറുപ്പ്, ഞാനും കുറുപ്പാ. അളിയൻ വേണേ വേറെ കല്യാണം കഴിച്ചോ, എന്നാലും അളിയന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. എന്റെ ഏട്ട അങ്ങനെ ഒരു നല്ല ബുദ്ധി ഏട്ടൻ കാണിച്ചാ ഏട്ടത്തിയുടെ കൈയുണ്ടാവും ഏട്ടന്റെ മരണം. ആ 16 അടിയന്തരവും നമ്മൾ തന്നെ ഉണ്ണേണ്ടി വരും. അത് വേണോ ഏട്ടാ? വേണ്ട.